ഹായ് നമസ്കാരം. അപ്പോൾ നമ്മൾ തേനെടുക്കണ ഘട്ടത്തിലാണിപ്പോൾ. ഒരു 2, 3, 4 നാലാമത്തെ കറക്കലാണിത്. അപ്പോൾ തേൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാലാമത്തെ കറക്കലായിട്ടും കൂടി തേനിനൊരു കുറവൊന്നുമില്ല. തേനിപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തേൻ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കൊരു 1, 2 കറക്കലും കൂടി ഉണ്ടാവും. പിന്നെ റബ്ബറിൻ്റെ ഇലയിലൊക്കെ തേനിപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും തേൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ബോക്സിലെ തേനൊന്ന് എടുത്ത് നോക്കാം നമുക്ക്. ചെറിയൊരു സ്മോക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ. ചെറുതായിട്ടൊന്ന് കൊടുത്ത്. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഈച്ചകൾ വയലൻ്റാണ്. കുറച്ച് ചെറിയൊരു പുകയെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സൂപ്പറിൽ 2 അടി ഉള്ളൂ, എടുത്ത് മാറ്റാം. അപ്പോൾ ഈ സൂപ്പറിലും 4 അട നമ്മൾ എടുത്തു. 4 അട ഇവിടെ നമ്മളെ സുഹൃത്ത് ചെത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും അടിയത്തെ സൂപ്പറാണ്. ഇതിലും അടകൾ എടുത്തത്. ഇതില് സാധനം കമ്മിയാണ്. ഇത് നമ്മളൊരു അട എടുത്തപ്പോൾ ഒരു ഫ്രെയിം അവിടെ വെച്ചതാണ്. ഇത് ഇതിൽ തന്നെ വെച്ച് കൊടുക്കണം, ക്ലിയർ ആക്കിയിട്ട് വെച്ച് കൊടുക്കണം. ഇതിലൊക്കെ നല്ല നിറഞ്ഞിരിക്കണം തേനപ്പോൾ. അപ്പോൾ നമ്മൾ ഇതില് സൂപ്പർ എടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് അടകൾ മേലേക്ക് കൊണ്ടിരിക്കണം. ഇതൊക്കെ നമുക്ക് ചെത്തി ക്ലിയർ ആക്കി കൊടുക്കണം. അപ്പൊ ഇനി നമ്മള് അടകളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഈ സീൽ ചെയ്ത ഭാഗം ഇങ്ങനെ ചെത്തണം. അപ്പോൾ ചെത്താണ്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. സുഹൃത്തുക്കളൊക്കെ നമ്മളൊരു എല്ലാവരും കൂടി ഒരുമിച്ചൊരു ഉത്സവം പോലെയാണ് ഞങ്ങൾ വിളവെടുപ്പ് നടത്തല്. അപ്പോൾ ഞാൻ ഈ ഹെൽമെറ്റ് ഇട്ട് പേടിയിട്ടൊന്നല്ല കേട്ടോ. വൈകുന്നേരം ഒരു നോമ്പർപ്പിച്ചിട്ടുണ്ട്. ഞാൻ നോമ്പർപ്പിച്ചിട്ടുണ്ടല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇവര് ഹെൽമെറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ചെറിയൊരു പേടിയുണ്ട് അവർക്ക്. തിരിച്ചു മറിച്ചും കറക്കും. 4ാമത്തെ കറക്കലായതുകൊണ്ട് അത്യാവശ്യം നല്ല തേനുണ്ട്. അടകളിലൊക്കെ നല്ല തേനാ. സാധാരണ വീക്കിലി എടുക്കും. നമ്മളൊരു 10 ദിവസം 12 ദിവസം കഴിഞ്ഞിട്ടാണ് തേൻ എടുക്കുക. അപ്പോൾ തേന് നല്ല കട്ടി ഉണ്ടാവും. ഒരു തീർത്ത ജലാംശം മൊത്തം വറ്റിച്ചിട്ടായിരിക്കും തേന് ശേഖരിച്ച് വെക്കുന്നത്.
പിന്നെ എനിക്ക് തേനെ കുറിച്ച് നമ്മൾ കറക്കിന് ശേഷം നമുക്ക് അടകളൊക്കെ ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. നമ്മൾ ഈ സൂപ്പറുകൾ തമ്മിലൊരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ഇവരെന്തായാലും ഇവർക്കൊരു പാസിങ് ഒന്ന് എളുപ്പമാകാൻ വേണ്ടിയിട്ട് തേൻ കൊണ്ടുവന്ന് വെച്ച് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ സൂപ്പറിനും ഗ്യാപ്പ്. അവസാനം കൂട്ടിയിട്ടൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് അവിടെ. നല്ല ചൂടും ഇത് നല്ല ഫീൽ ചെയ്ത് നല്ല അപ്പോൾ ഈ പെട്ടിയിലെ തേനെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് അടച്ചു വെക്കാം. അപ്പോൾ ഇതിൽ നിന്ന് അത്യാവശ്യം ഒരു നല്ല തേന കിട്ടിയിട്ടുണ്ട്. 3 സൂപ്പറിലും അടകളുണ്ട്. അതുകൊണ്ട് ഒരു 4-5 കിലോ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് സീസണ് ഏകദേശം അവസാനിക്കാനായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടിയിലെ അടകളൊന്നും റാണിശലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.